ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും നല്ല നല്ല സ്വപ്നങ്ങൾ കാണാറുണ്ട് അല്ലേ? എല്ലാ ദിവസവും നല്ല സ്വപ്നങ്ങൾ കണ്ടുണരുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രതീക്ഷകൾ, നമുക്ക് നല്ല നല്ല പ്രതീക്ഷകൾ വെച്ച് പുലർത്തണം ഞങ്ങൾ. കാര്യം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പ്രതീക്ഷകളും സ്വപ്നങ്ങളും, പ്രതീക്ഷയ്ക്കും സ്വപ്നങ്ങൾക്കും യാതൊരു തടസ്സവുമില്ല അല്ലേ? ആകാശത്തിനപ്പുറം നമുക്ക് പ്രതീക്ഷകളും സ്വപ്നങ്ങളും കൊണ്ടുവയ്ക്കാം, നെയ്യുകയും ചെയ്യാം. അതൊക്കെ നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലേ? പക്ഷേ ചില പ്രതീക്ഷകൾ തെറ്റുമ്പോൾ നമ്മൾ വിഷമിക്കാതിരിക്കുക. ചില സ്വപ്നങ്ങൾ തെറ്റുമ്പോഴും നമ്മൾ വിഷമിക്കാതിരിക്കുക. കാര്യം പ്രതീക്ഷകളും സ്വപ്നങ്ങളും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു അല്ലേ? ഇത് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് അവിടം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. വീണ്ടും നല്ല നല്ല പ്രതീക്ഷകൾ നമ്മൾ കൊണ്ടുവയ്ക്കുക. അതുപോലെ തന്നെ നല്ല നല്ല സ്വപ്നങ്ങൾ കാണുക. നാളെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരും എന്ന പ്രതീക്ഷയോടെ കിടക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നല്ലൊരു ദിവസം എല്ലാവർക്കും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നല്ല ചിന്തകളോടുകൂടി നമ്മൾ ഉറങ്ങാൻ കിടക്കുക. നാളെ നല്ലൊരു ദിവസത്തിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും നമ്മൾ പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ, നല്ല സ്വപ്നങ്ങൾ കണ്ടു കിടക്കുമ്പോൾ, നല്ല പ്രതീക്ഷകൾ കണ്ടു കിടക്കുമ്പോൾ നാളെ നമ്മൾ ഉണരുന്നത് നല്ല കൂടി തന്നെയായിരിക്കും. അതുപോലെ ഒരു ദിനത്തിനു വേണ്ടി നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുക. ഉണർന്നാൽ തന്നെ നമുക്കുള്ളതിനെപ്പറ്റി സന്തോഷിക്കുക, ഉണർന്നതിനെ പറ്റി സന്തോഷിക്കുക. അടുത്ത് കിടക്കുന്നവരും ഉണർന്നു, അവരും ഓക്കെ ആണോ എന്ന് ശ്രദ്ധിക്കുക. ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ പ്രതീക്ഷയും സ്വപ്നങ്ങളൊക്കെ വയ്ക്കുന്നു അല്ലേ? പക്ഷെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അത് തെറ്റുമ്പോൾ നമുക്കൊരുപാട് വിഷമമുണ്ടാക്കുന്നു അല്ലേ? അപ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നമുക്ക് ആ തരത്തിലുള്ള വിഷമങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വപ്നം കണ്ടാലോ, അത് മറ്റുള്ളവർക്കല്ലേ, അത് നമുക്ക് അനുഭവപ്പെടില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ സ്വപ്നം നമ്മൾ കാണാതിരിക്കും. ഇന്നത്തെ കാലത്തെ ന്യൂ ജനറേഷൻ കിഡ്സ് എന്ന് പറയുന്നത് അവർ ഭയങ്കര തിരക്കിലാണ്. അവർ ഫാസ്റ്റ് മൂവിങ് ജനറേഷനാണ്. അവർക്ക് ചിലപ്പോൾ സമയം കിട്ടില്ല. അപ്പോൾ രക്ഷാകർത്താക്കൾ വിചാരിക്കും അവരുടെ ഒരു പ്രതീക്ഷയാണ്, അവരുടെ ഒരു സ്വപ്നമാണ്, കാത്തിരിക്കുന്ന ഒരു പ്രതീക്ഷയും സ്വപ്നമായിരിക്കും എൻ്റെ മകനോ മകളോ അവരെ വിളിച്ചില്ലെന്നുള്ളത്. അതിലും വിഷമിക്കാതിരിക്കുക. കാരണം അവരുടെ തിരക്ക് പിടിച്ച ജീവിതം കൊണ്ടാവാൻ അവർക്ക് വിളിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് അതും പ്രതീക്ഷിക്കാതിരിക്കുക. ചില ആൾക്കാർക്ക് പ്രതീക്ഷകൾ തകരുമ്പോൾ അവർക്ക് ഒരുപാട് വിഷമമുണ്ടാക്കുന്നു. അത് അവരുടെ ജീവിതത്തിൻ്റെ അവസാനമാണെന്ന് പോലും തിങ്ക് ചെയ്യുന്നു. അതുകൊണ്ട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും നടക്കാതിരുന്നാലും അത് എല്ലാവർക്കും ഉള്ളതാണെന്നും അത് എല്ലാ കാലത്തും നടക്കുമെന്നും എല്ലാ രാജ്യത്തും നടക്കുന്നുവെന്നും എല്ലാ നൂറ്റാണ്ടിലും നടക്കുന്നുവെന്ന് ചിന്തിക്കുക. നമ്മൾ തിങ്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇത് എല്ലാവരുടെ ജീവിതത്തിലുള്ളതാണ് അല്ലേ? പ്രതീക്ഷകൾ നശിക്കുകയും സ്വപ്നങ്ങൾ നശിക്കുകയും ചെയ്യുന്നത് ആൾക്കാരുണ്ട്. അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തന്നെ നടക്കുന്നു. അത് അവരുടെ ഭാഗ്യമാണ് അല്ലേ? അവർ ചിലപ്പോൾ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ടാവും അവരുടെ ജീവിതത്തിൽ. അവർ ഹാർഡ് വർക്കിംഗ് ചെയ്ത് കാണും. അവരുടെ ആത്മാർത്ഥത കൊണ്ടാവും, അവരുടെ ഡെഡിക്കേഷൻ കൊണ്ടാവും അവർക്ക് എല്ലാ സ്വപ്നങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്നത് അല്ലയോ? അതുകൊണ്ട് നമ്മളും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളും അതുപോലെ ഡെഡിക്കേറ്റഡ് ആവുക, ഹാർഡ് വർക്കേഴ്സ് ആവുക, മോട്ടിവേഷൻ സ്വീകരിക്കുക, സ്വന്തമായിട്ട് തന്നെ എല്ലാം ചെയ്യാനുള്ള കഴിവ് സമ്പാദിക്കുക, ലോകത്തെക്കുറിച്ച് ഒരുപാട് അറിവ് നേടുക, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് അത് തറക്കല്ലിടുന്നു, അതിൽ നിന്ന് നമുക്ക് ഉയരാൻ സഹായിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും നല്ല പ്രതീക്ഷകളും സ്വപ്നങ്ങൾ വെച്ച് പുലർത്തുക. നടന്നാലും നടന്നില്ലെങ്കിലും സന്തോഷമായിട്ടിരിക്കുക. പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും വിലങ്ങുതടി ഒന്നും തന്നെ ജീവിതത്തിലാകരുത്. പക്ഷേ അത് നമ്മൾ ഓർക്കുക, എല്ലായ്പ്പോഴും എല്ലാം നടന്നെന്ന് വരില്ല. മനുഷ്യ ജീവിതമാണ്, നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. നമ്മൾ കാലാവസ്ഥയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഇന്ന് മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അതോർക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ, ബൈ ഫോർ നൗ. ബൈ.